ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരെ പിണറായിയുടെ വീട്ടിലെത്തിച്ചു. ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. സുനിൽ ഐസക് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുനിൽ, അങ്ങനെ പ്രതികളുമായി പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നു. വിവരങ്ങൾ. പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ ആ വീടിന് പുറത്താണ് ഇപ്പോൾ പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനായി തെരച്ചിലിനുമായി ഇ ഡി സംഘം എത്തിയപ്പോൾ ഇ ഡി സംഘത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തിട്ടുള്ള 5 പ്രതികളെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി പിണറായി വിജയന്റെ വാടക വീടിന് പുറത്തെ റോഡിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് തെളിവെടുപ്പിനായി കയറ്റിയിട്ടില്ല. ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വാഹനം ഇറങ്ങുമ്പോഴാണ് പ്രതികൾ ഇ ഡിയുടെ വാഹനം അടിച്ചു തകർക്കുകയും ഇ ഡി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഈ കേസിലെ ആദ്യ 5 പ്രതികൾ, അതായത് നിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൽ, ശ്രീജിത്ത് എന്നിവരെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വൻ പോലീസ് സുരക്ഷയിലാണ് പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്.പി.യുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ ഉണ്ട്. ഈ 5 പ്രതികളാണ് പാർട്ടി ഓഫീസിൽ അക്രമത്തിന് ശേഷം പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിക്കുകയും അതിനുശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാനായി അവിടെ എത്തി അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഈ പ്രതികളെ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ 5 പ്രതികൾ അവിടെ കീഴടങ്ങുകയായിരുന്നു. ഇന്ന് ഈ 5 പ്രതികളും മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരുന്നു. മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. 2 ദിവസത്തേക്കാണ് ഇവരെ കോടതി കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിവരെ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ നൽകാനാണ് കോടതിയുടെ ഉത്തരവ്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി തൊട്ട് പിന്നാലെ പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും പിന്നാലെ ഇവിടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരികയുമാണ് ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ തടഞ്ഞു, വാഹനം ആക്രമിച്ചു തുടങ്ങി 10ലധികം വകുപ്പുകളാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് ഗുരുതരമായ ജാമ്യം ലഭിക്കാത്ത 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ വലിയ ടാസ്ക് ഉണ്ട്. കാരണം ഈ കേസിൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. നമുക്കറിയാവുന്ന പോലെ ആദ്യഘട്ടത്തിൽ 10 പ്രതികളെയും അതിനുശേഷം കണ്ടാൽ അറിയാവുന്ന 300ലധികം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായി ഏതാണ്ട് 29ഓളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കസ്റ്റഡിയിലെടുത്ത പ്രതികളെയാണ് ഇപ്പോൾ തെളിവെടുപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ പോലീസിന് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളും ഒപ്പം പോലീസ് പകർത്തിയ ദൃശ്യങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഈ അക്രമം നടത്തിയ ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് മുന്നിൽ വലിയ ടാസ്ക് ഉണ്ട്. അതായത് പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ മറ്റും കണ്ടെത്തേണ്ടതുണ്ട്. അതായത് പോലീസിന് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലും കമ്പും വടികളും ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ വലിയ ചുടുകട്ടയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അത്തരം അതിനുപയോഗിച്ചിട്ടുള്ള കല്ലടക്കം അല്ലെങ്കിൽ അവരുപയോഗിക്കാൻ കൊണ്ടുവന്ന മറ്റെന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നോ അത്തരം കാര്യങ്ങളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഇതിൽ വലിയ കുറ്റകരമായ ഗൂഢാലോചന, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആർക്കൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പങ്കുള്ളത്, അത് എവിടെ വെച്ച് നടന്നു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒപ്പം മറ്റ് പ്രതികളെ കണ്ടെത്തുക എന്നതും പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്കറിയാം, ഇവർക്കൊപ്പം സംഘടിച്ചു വന്നിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതായത് പ്ലാൻഡായി ഒരു സംഘം ഇവിടെ നടന്നിരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലേക്ക് എത്തുകയും അവർ മനഃപൂർവ്വം അക്രമം അഴിച്ചുവിടുകയും ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.
അതിനടിസ്ഥാനത്തിൽ അത് എവിടെയോ വെച്ച് അതിന് കൃത്യമായൊരു ആസൂത്രണം നടന്നു. ആ ആസൂത്രണത്തിന് പിന്നാലെയാണ് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അതിന് ആ ഗൂഢാലോചന എവിടെയാണ് നടന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയായിരുന്നു ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ കൂട്ടുപ്രതികൾ ആരൊക്കെയായിരുന്നു എന്നാണ്. അതായത് പോലീസിനിപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള പ്രതികൾ, കുറച്ച് പ്രതികളുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പ്രതികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇവിടുത്തെ തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കേവലം 5 മിനിറ്റ് മാത്രമായിരുന്നു ഇവിടെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. ആ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ വലിയ പോലീസ് സുരക്ഷ, അതാണ്ട് 4 മണി മുതൽ തന്നെ ഇവിടെ പിണറായിയുടെ ഈ വാടക വീടിന് പുറത്ത് വലിയ പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. ആ വലിയ സുരക്ഷയിൽ തന്നെയാണ് പോലീസ് പ്രതികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ആദ്യ 5 പ്രതികളുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായത്.